ഇപ്പോഴിതാ ചൈനയ്ക്കും റഷ്യയ്ക്കും ട്രംപിന്റെ ഒരു തുറന്ന ഓഫർ വന്നിരിക്കുകയാണ്. ഈ ഓഫർ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ. വെനസ്വേലൻ എണ്ണ വിൽക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനായി അദ്ദേഹം റഷ്യയ്ക്കും ചൈനയ്ക്കും ഒരു വലിയ ഓഫറാണ് മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച എണ്ണ കമ്പനി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്ക ഉടൻ തന്നെ 50 ദശലക്ഷം ബാരൽ വെനസ്വേലൻ അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച് വിൽക്കാൻ തുടങ്ങും എന്നാണ് ട്രംപ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. വെനസ്വേലൻ എണ്ണ വിൽപ്പന ഇപ്പോൾ തന്നെ സർക്കാരാണ് നിയന്ത്രിക്കുന്നത് എന്നതിനാൽ ചൈനയ്ക്കും റഷ്യയ്ക്കും അവർ ആഗ്രഹിക്കുന്ന അത്ര എണ്ണ വിൽക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഞങ്ങൾ ബിസിനസ്സിന് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയ്ക്ക് അവിടെയോ അമേരിക്കയിലോ നിന്ന് എത്ര എണ്ണ വേണമെങ്കിലും വാങ്ങാം. റഷ്യയ്ക്ക് ആവശ്യമായ എല്ലാ എണ്ണയും നമ്മിൽ നിന്ന് എടുക്കാം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നേരത്തെ വൈറ്റ് ഹൗസിൽ എണ്ണ കമ്പനി എക്സിക്യൂട്ടീവുകളുമായുള്ള കൂടിക്കാഴ്ചയിൽ വെനിസ്വേലയിലെ തന്റെ പ്രവർത്തനത്തെയും നിക്കോളാസ് മഡൂറോയെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തെയും ന്യായീകരിച്ച ട്രംപ് US ഈ നടപടി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ചൈനയും റഷ്യയും അവിടെ എത്തുമായിരുന്നു എന്നാണ് നിലവിൽ പറഞ്ഞ് ന്യായീകരിക്കുന്നത്. നമ്മൾ ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ചൈന ഇവിടെ ഉണ്ടാകുമായിരുന്നു, റഷ്യയും ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും ട്രംപിന്റെ ഈ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ മുൻകാല അവകാശവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. റഷ്യയുമായുള്ള വ്യാപാരം മൂലമാണ് യുക്രൈനിൽ യുദ്ധം നടക്കുന്നതെന്ന് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നാറ്റോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ യുദ്ധം അവസാനിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഇപ്പോൾ റഷ്യയുമായി വ്യാപാരം നടത്താൻ തയ്യാറാണെന്ന് ട്രംപ് തന്നെ പറയുന്നു. അപ്പോൾ ഈ ഒരു വാക്കുകളുടെ വൈരുദ്ധ്യമാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.